ഹലോ ഗൈസ്, ഇന്നിവിടെ ഞാൻ വന്നത് ഒരു മലബാർ സ്പെഷ്യൽ പഴം നിറച്ചതിന്റെ റെസിപ്പിയുമായിട്ടാണ്. അതിനായിട്ട് ഞാൻ 1 കിലോ പഴം ഇവിടെ വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊന്ന് നിറക്കാം. അതിനായിട്ട് ഞാനിതാ ഗ്യാസിന്റെ മുകളിൽ ഒരു പാന് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഒരു 2 സ്പൂൺ അത്ര നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യൊന്ന് ചൂടായി കഴിഞ്ഞാല് ഒരു 3-4 അണ്ടിപ്പരിപ്പ് ചെറുതായിട്ട് മുറിച്ച് നമുക്ക് ഇട്ടിട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് ഞാൻ ചെറുതായി മുറിച്ചെടുത്തതാ. അത് ഇതിലിട്ടിട്ട് ഒന്ന് നല്ലോണം ഒന്ന് ഈ എണ്ണയിലിട്ടൊന്ന് വറുക്കാം. അതിൽ തന്നെ ഒരു 2 സ്പൂൺ അത്ര കിസ്മിസ് മുന്തിരി അത് ഇട്ട് കൊടുക്കാം. നമ്മള് മുന്തിരി ഒന്ന് നല്ലോണം നെയ്യിൽ പൊരിഞ്ഞ് വെക്കാം. നമ്മളെ മുന്തിരി ഇപ്പൊ നല്ലോണം ബോള് പോലെ പൊരിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പൊ ഇതിലേക്ക് തന്നെ ഞാൻ എന്താ ചെറിയൊരു തേങ്ങ ചിരകി വെച്ചതാ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. പൊടിച്ചതാ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലോണം ഒന്ന് തേങ്ങ ഒന്ന് വറുത്തെടുക്കാം. അപ്പൊ നമ്മളെ തേങ്ങാപ്പണ്ട ഇതാ പഴം നിറക്കാനുള്ള തേങ്ങാപ്പണ്ട ഇവിടെ റെഡിയായി. അപ്പൊ ഇതൊന്ന് തണിഞ്ഞിട്ടൊന്ന് പഴത്തിലേക്ക് പഴം നിറക്കാം. അപ്പൊ ഞാനിതാ പഴം ഒന്ന് തോല് പോക്കിയിട്ട് തോലൊന്ന് പോക്കട്ടെ. പഴം ഒന്ന് ഇങ്ങനെ സെന്ററിലൊന്നൊരു കീറിട്ട് കൊടുക്കാം. ഫുള്ളും കട്ട് ചെയ്യാണ്ടൊന്ന് കീറിട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഈ തേങ്ങ ഒന്ന് നിറച്ച് കൊടുക്കാം. നല്ലോണം ഇതിനുള്ളിലേക്ക് പഴം മുറിഞ്ഞു പോകാണ്ട് നിറച്ച് കൊടുക്കാം. ഇതേപോലെ തന്നെ നമുക്ക് എല്ലാ പഴവും ഇതേപോലെ ഈ തേങ്ങൻ്റെ പഴത്തിൻ്റെ ഉള്ളിൽ നിന്ന് നിറച്ച് കൊടുക്കാം. അപ്പം നമ്മളിതാ പഴമെല്ലാം ഞാനിത് നല്ലോണം എല്ലാം നിറച്ച് തേങ്ങ നല്ലോണം നിറച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ മേലെ നമുക്കൊന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പൊടിൻ്റെ മൈദ വെച്ചിട്ടുള്ളൊരു കൂട്ട് ഉണ്ടാക്കണം. ഇത് കവർ ചെയ്തിട്ട് വേണം നമുക്ക് എണ്ണയിലേക്ക് ഇടാം, അല്ലെങ്കിൽ ഇത് അങ്ങനെ എണ്ണയിലേക്കാവും. അപ്പം അതിനായിട്ട് ഇതാ ഞാൻ 2 സ്പൂണ് അരിപ്പൊടി, 2 സ്പൂണ് മൈദ, പിന്നെ അതേപോലെ തന്നെ 2 സ്പൂൺ ചെറിയ സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇത്തിരി ഉപ്പും നല്ലോണം കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കറക്കാം. നല്ല നയാണ്ട് നമുക്ക് പഴത്തിൻ്റെ മുകളിൽ കവർ ചെയ്യാനുള്ള അതിനുള്ള അതേ ഒരു ടൈറ്റിൽ നമുക്കിതൊന്ന് പൊടിയൊന്ന് കലക്കിയെടുക്കാം. അപ്പം നമ്മളിതാ നല്ലോണം ഇപ്പം റെഡിയായി വന്നപ്പോൾ ഇതേ അളവിൽ ഇനിയിപ്പോൾ ഇതിൻ്റെ ഒരു പയർ എടുക്കുക. ഇതിൻ്റെ മുകളിലൊന്ന് ഇതേപോലെ ഒന്ന് നല്ലോണം മുകളിൽ കോട്ട് ചെയ്യാം, കവർ ചെയ്യാം. ഇതൊന്ന് നമ്മളിതാ ഞാൻ ഗ്യാസിൻ്റെ മുകളിൽ ഒരു പാൻ വെച്ചിട്ട് എണ്ണ ഒഴിച്ചുകൊണ്ട് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം.
അതേപോലെ തന്നെ ഇത് ഒന്നുകൂടി എടുക്കാം. ഇട്ടെടുക്കുക. അതിൻ്റെ നേരെ ഒന്ന് ഈ അരി മൈദയും കൂടിയിട്ടുള്ള മിക്സിയിലാക്കിയിട്ട് ഇതേപോലെ തന്നെ നമുക്ക് എല്ലാം ഈ പഴത്തിൻ്റെ മുകളിലൊന്ന് കവർ ചെയ്തിട്ട് ഇതുപോലെ തന്നെ പൊരിച്ചെടുക്കാം. അപ്പൊ നമ്മളതാ പഴം നിറച്ചത് നല്ലോണം പൊരിഞ്ഞ് വരുന്നുണ്ട്. അപ്പൊ ഇതൊന്ന് അപ്പുറം ഇപ്പുറം തിരിച്ചും മറിച്ചെല്ലാം ഇട്ടതിന് ശേഷം നമുക്കൊന്നത് കോരി എടുക്കാം. ഇതിപ്പോൾ എല്ലാം നല്ലോണം പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ ഓരോന്നായിട്ട് കോരി എടുക്കട്ടെ. നല്ല ടേസ്റ്റുള്ള പഴംപൊരിയാണ്, കോഴിക്കോട് സ്പെഷ്യൽ. ഇതേപോലെ തന്നെ ഇനിയുള്ളതും ഇതുപോലെ തന്നെ പൊരിച്ചിട്ടെടുക്കാം. ഞാനിതാ നല്ലതാണ്, ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പഴം നിറച്ചത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്യാം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ കാണാം. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതിന് ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.